സംഭവം നടന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഷൂട്ടിങ് കഴിഞ്ഞ് ചെക്കൗട്ടാന്ന് പറഞ്ഞിരുന്നു. പ്രൊട്ടക്ഷൻ കൺട്രോൾ വിളിച്ച് പറഞ്ഞിരുന്നു. ഗൂഗിൾ ഇത് ഹോട്ടൽ ഉടമയുടെ വാക്കുകളാണ്. 3 റൂമാണ് ഇവിടെ എടുത്തിരുന്നത്. ഒരു റൂമിൽ ആൾ ചെക്കൗട്ടായി പോയി. 209 നവാസ് താമസിച്ചത്. അപ്പം പുള്ളി ചെക്കൗട്ട് ആകാത്തതിൻ്റെ പേരിൽ നമ്മൾ വിളിച്ച് ചോദിച്ചപ്പോൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെന്ന് റൂമിൽ നോക്കി കഴിഞ്ഞപ്പോൾ റൂമിൽ നോക്കിയില്ല, ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ റൂം തുറന്നില്ല. അങ്ങനെ റൂം പോയി ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ആൾ തറ കിടക്കുമായിരുന്നു. അങ്ങനെ പ്രൊട്ടക്ഷൻ കൺട്രോൾ അവിടെ വിളിച്ച് പറഞ്ഞ് അവരെത്തി ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആൾ ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചത് അറിയില്ല. 25 എന്തോ വേദന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. നമ്മുടെ ഹോട്ടലിലെ ആളുകളാണോ? എന്തോ ഹോട്ടലിലെ ജീവനക്കാരും സിനിമയുടെ ആൾക്കാരും കൂടിയാണ് കൊണ്ടുപോയത്. 250 ഇന്ന് ചെക്കൗട്ടായിരുന്നു. എന്തോ ഇവിടുന്ന് കൊണ്ടുപോയപ്പോൾ ജീവനുണ്ടായിരുന്നു. അതായത് ഡോർ തുറന്ന് നോക്കിയപ്പോൾ താഴെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ തന്നെ അവരെ വിളിച്ചറിയിച്ചു. അവർ പെട്ടെന്ന് തന്നെ വന്നു. ഇവിടെ അടുത്തുണ്ടായിരുന്നു അവർ. ഇപ്പോൾ ഓൾറെഡി സിനിമാക്കാരുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് വന്നു. നമ്മൾ എല്ലാവരും നമ്മുടെ സ്റ്റാഫ് എല്ലാവരും കൂടിയാണ് കൊണ്ടുപോയത്. ഒരു പ്രശ്നമില്ലായിരുന്നു. ചെക്കൗട്ട് ചെയ്തത് 8 മണിക്കായിരുന്നു അല്ലേ? ചെക്കൗട്ട് ചെയ്തില്ലല്ലോ ഓൾറെഡി. ചെക്കൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഫ്രഷായിട്ട് പോകാനായിട്ടാണ് വന്നത്. ടൈം കറക്റ്റ് അറിയത്തില്ല. എന്നാലും 5 മണിയോടുകൂടി എത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ സംഗതി കൈക്കൊക്കെ അനക്കം ഉണ്ടായിരുന്നു ഓൾറെഡി. പോലീസ് വിവരങ്ങളൊക്കെ കൈമാറി, എല്ലാം കൈമാറി. അവരെല്ലാം റൂമെല്ലാം ചെക്ക് ചെയ്തെല്ലാം ലോക്ക് ചെയ്ത് താക്കോൽ കൊടുത്തിട്ടുണ്ട് അവർക്ക്. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.